മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീണ്ടും നമ്മുടെ അബിയുവിൻ്റെ അടുത്തുള്ള പാവലിൻ്റെ അടുത്തോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 പച്ചപ്പാവയ്ക്കായും 1 പഴുത്ത പാവയ്ക്കായും പറിച്ചു. അതേ അടുത്ത ആൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുണ്ടല്ലോ, ഇതിനെയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റി വിടണം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. ആ പാവയ്ക്ക, പഴുത്ത പാവയ്ക്ക ഞാനിത് കണ്ടില്ലേ, അതിൻ്റെ സീഡ്സ് എടുത്തു. ഇനി ഇതിൻ്റെ ചുവട്ടിലോട്ടത് കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഈ പഴുത്ത പാവയ്ക്കായും പച്ചപ്പാവയ്ക്കായും അതുപോലെ തന്നെ ഒരു വെണ്ടയ്ക്കായും, അപ്പോൾ ഇത്രയും ഇക്കാവ് കൂടിയപ്പോൾ ഒരു തോരനുള്ള സ്കോപ്പായി. അപ്പോൾ അതെ, ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണത് നിങ്ങളോട് പറഞ്ഞു തരാമെന്നില്ല. പാവയ്ക്കായ്ക്ക് ഒരു കയ്പുണ്ടല്ലോ, വെണ്ടയ്ക്കായ്ക്ക് ഒരു മൂസിലേജ് ഉണ്ടല്ലോ. ഇത് രണ്ടും നമുക്ക് അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ ഇവർ രണ്ടും കൂടെ കൂടുമ്പം അത് രണ്ടും ഇല്ലാണ്ടായി. അങ്ങനെയാണ്. ചിലതിൻ്റെയൊക്കെ കൂടെ ചേർന്നാൽ നന്നാവാനായിട്ട് നമ്മൾ നോക്കണം. മനുഷ്യരും അങ്ങനെയല്ലേ, നല്ലവരുടെ കൂടെ ചേർന്നാൽ നന്നാവും. അതല്ലെങ്കിൽ കയ്പുകാരുടെ കൂടെ ചേർന്ന കയ്പ് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ലാതെ ഒരു നല്ല കറി, ഇതാണ് ആ കറി. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് സാധനം മതി. ആ 2 പാവയ്ക്കായും 1 പഴുത്ത പാവയ്ക്കായും വെണ്ടയ്ക്കായും കൂടെ തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരു സവോള അതിനകത്തോട്ട് അരിഞ്ഞിട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടു. ഉപ്പിനകത്ത് വേണം കേട്ടോ പാവയ്ക്ക അരിയാനായിട്ട്. അപ്പോൾ അതൊന്ന് സകലം നേരം തിരുമ്മി വെച്ചു. അത് കഴിഞ്ഞ് അത് കുക്ക് ചെയ്യാൻ തുടങ്ങി. നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിൽ വെച്ചു. സ്വല്പം എണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. അതിനുശേഷം സ്വല്പം ഗരം മസാല ഇട്ടു. ഈ അരിഞ്ഞു വെച്ചത് മൊത്തം അതിനകത്തേക്ക് ഇട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എൻ്റെ രമ്പക്കുട്ടി ഉണ്ടല്ലോ, രമ്പയുടെ ഒരു ഇല എടുത്ത് ഇതുണ്ട് അതിനകത്ത് മുറിച്ചിട്ട് വഴറ്റി കഴിഞ്ഞപ്പം ഭയങ്കര ടേസ്റ്റാണ്. ഇത് കൂട്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ആ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മന്ന വീഡിയോയിൽ വെണ്ടയ്ക്കൊരു വഴുവഴുപ്പുണ്ടല്ലോ, അത് മാറാനും പാവയ്ക്കയുടെ കയ്പ് മാറാനും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവുക. അതിനായിട്ട് ആ പഴുത്ത പാവയ്ക്കായും ഞാൻ ഇന്നാൾ കാണിച്ചല്ലോ, പച്ചപ്പാവയ്ക്കായും 1 വെണ്ടയ്ക്കായും കൂടെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും തിരുമ്മി കുറച്ച് കറിവേപ്പിലയും തിരുമ്മി വെച്ചിരിക്കുകയാണ്. ഇനി നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, സ്വല്പം മസാല പൗഡർ, മീറ്റ് മസാല പൗഡറും ഗരം മസാലയും കൂടി ഇട്ടു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ രുചി കൂട്ടാൻ വേണ്ടി ഒരു സവോള കൊത്തി അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇളക്കി എടുക്കാം. ഏതാണ്ട് ഇളക്കി തീരാറാവുമ്പം ഒരു സ്വല്പം തേങ്ങ പൊടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ കറിക്ക് രുചി കൂട്ടാനായിട്ട് ഒരു ലെമ്പാ ലീഫ് ഇട്ടിട്ടുണ്ട്. ലെമ്പാ ലീഫും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം മെഴുക്ക് വരട്ടിയും പോലെ തന്നെ ഇതിനകത്തും ലെമ്പാ ലീഫ് ഇട്ടു. ലെമ്പാ ലീഫ് ചേർത്ത് മെഴുക്ക് വരട്ടി, അല്ലെങ്കിൽ ഇതൊരു പാവയ്ക്ക വെണ്ടയ്ക്ക റോസ്റ്റ് എന്ന് പറയാം. കാരണം മസാലയെല്ലാം ചേർത്തല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങ ചേർക്കാം. എനിക്ക് തേങ്ങ ചേർക്കുന്നതിനോട് വലിയ താല്പര്യം. എന്നാൽ പിന്നെ തേങ്ങ ചേർത്തൊന്നും വേണ്ട, ചേർത്തില്ലെന്നും വേണ്ട. ഏതാണ്ട് 3/4 വേവായി. ഇനി നമുക്ക് ഈ ചെറിയ ബൗളിനകത്തിരിക്കുന്ന ഇത്രയും തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പോൾ ഒരു ഒട്ടും കയ്പോ പാവയ്ക്കയുടെ കയ്പോ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പോ ഇല്ലാത്ത ഒരു സ്പെഷ്യൽ കറിയാണ്. 2 ഇക്ക, പാവയ്ക്ക വെണ്ടയ്ക്ക രണ്ടിനും അതിൻ്റെ തനതായ ആ രുചി, ഇഷ്ടമില്ലാത്ത രുചിയുണ്ടല്ലോ. വഴുവഴുപ്പും ഇഷ്ടമില്ല, നമുക്ക് കയ്പും ഇഷ്ടമില്ല. അത് രണ്ടും മാറിക്കിട്ടും. നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്പെഷ്യൽ മിക്സഡ് വെജിറ്റബിൾ കറി. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു പാത്രത്തിലോട്ട് ഇതിനെ സെർവ് ചെയ്യണം. എന്നിട്ട് ഇതിനൊരു പേരിടുകയും ചെയ്യണേ. പേര് നിങ്ങളിട്ടു. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഇതുണ്ടോ, ബൗളിലോട്ട് എടുത്തു കഴിഞ്ഞു. ഈ കറിക്ക് ഒരു നല്ല പേരിടാവോ. എരിവും ഉപ്പും പുളിയും മസാലയും എല്ലാം ഉള്ള കയ്പൊട്ടും ഇല്ലാത്ത പാവയ്ക്ക വെണ്ടയ്ക്ക സ്പെഷ്യൽ കറി.